1986 ഒക്ടോബർ മാസം 20 മദ്രാസ്, തമിഴ്നാട്. അന്ന് രാവിലെ ആനന്ദ് എന്ന വീട്ടു ബ്രോക്കർ മദ്രാസിലെ അണ്ണാ നഗറിലുള്ള ഒരു ഇരുനില കെട്ടിടത്തിലേക്ക് പോയി. അവിടെയുള്ള കോളിംഗ് ബെൽ അടിക്കാൻ തുടങ്ങി. 2 സ്ത്രീകൾ ഇതിനകം ആ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു. ഒരാഴ്ചയ്ക്ക് മുൻപാണ് ആ ഒരു ബംഗ്ലാവ് സ്വന്തമായി വാങ്ങാൻ പദ്ധതിയിട്ട ഈ സ്ത്രീകൾ ഈ ബംഗ്ലാവിന്റെ ഓണറായ ഡോക്ടർ നാരായണ പ്രസാദുമായി സംസാരിച്ച് 15 ലക്ഷത്തിന് വാങ്ങാൻ ഒരു അന്തിമ തീരുമാനം എടുത്തിരുന്നു. അതിനുവേണ്ടി ബ്രോക്കറായ ആനന്ദിനോട് ബോണ്ട് പേപ്പറും പത്രവും എല്ലാം തയ്യാറാക്കി 5 ദിവസത്തിന് ശേഷം വരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ആനന്ദും 5 ദിവസത്തിന് ശേഷം, അതായത് 1986 ഒക്ടോബർ മാസം 20 ആ ബംഗ്ലാവിലേക്ക് പോയി. കോളിംഗ് ബെൽ അടിക്കാൻ തുടങ്ങി. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞിട്ടും ആരും പുറത്തേക്ക് ഇറങ്ങിയില്ല. വീട്ടിൽ ആരും ഇല്ലെന്ന് അയാൾ കരുതി. പക്ഷെ 2 സ്ത്രീകളുടെയും ചെരുപ്പ് വീടിന് പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നു. മാത്രവുമല്ല, കഴിഞ്ഞ 5 ദിവസമായി ആ വീട്ടിലേക്ക് വന്ന ന്യൂസ് പേപ്പർ എല്ലാം പുറത്ത് തന്നെയാണ് കിടക്കുന്നത്. ഇത് കണ്ടയാൾക്ക് എന്തോ സംശയം തോന്നി. വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായി അയാൾ ആ ബംഗ്ലാവിൽ ചുറ്റി നടന്ന് ജനാല എന്തെങ്കിലും തുറന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. പക്ഷെ എല്ലാ ജനാലകളും അടച്ചിരുന്നു. അങ്ങനെ അയാൾ നോക്കി നടക്കുമ്പോൾ എന്തോ അഴുകിയതുപോലുള്ള ഒരു ദുർഗന്ധം വരാൻ തുടങ്ങി. ഉടൻ തന്നെ ആനന്ദ് എന്ന ബ്രോക്കർ വീടിന്റെ പിൻവശത്തേക്ക് പോയി അവിടെ വാതിൽ തുറന്നിട്ടുണ്ടോ എന്ന് നോക്കി. അത് ഓപ്പണായി കിടക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. വളരെ ആശങ്കയും സംശയം കൊണ്ട് അയാൾ ആ ബംഗ്ലാവിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ ഈ അഴുകിയ ഗന്ധം വളരെ ശക്തമായി വരാൻ തുടങ്ങി. അങ്ങനെ ആനന്ദ് എവിടെ നിന്നാണ് ഈ ഒരു ദുർഗന്ധം വരുന്നത് എന്ന് പരിശോധിക്കാൻ തുടങ്ങി. ആ ബംഗ്ലാവിലെ ഓരോ മുറികളായി തുറന്ന് പരിശോധിക്കുമ്പോൾ കുളിമുറിയിൽ നിന്നാണ് ആ ഒരു ദുർഗന്ധം വരുന്നത് എന്ന് അയാൾക്ക് മനസ്സിലായി. അങ്ങനെ ആ ബാത്റൂമിനുള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ അവിടെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അയാൾ കണ്ടത്. അവിടെ അയാൾ കണ്ടത് 2 സ്ത്രീകളുടെ അഴുകിയ മൃതദേഹങ്ങളായിരുന്നു. അത് കണ്ട് ഭയന്ന അദ്ദേഹം ആ സ്ഥലത്ത് നിന്ന് വളരെ വേഗത്തിൽ ഓടാൻ തുടങ്ങി. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഉടനെ പോലീസ് ആ സ്ഥലത്തേക്ക് വരുന്നു. ആ ബംഗ്ലാവിനുള്ളിലേക്ക് കയറിയപ്പോൾ ആ കുറ്റകൃത്യം നടന്ന സ്ഥലം അത്രയേറെ ഭയാനകമായിരുന്നു. വീടിന്റെ ചുമരുകളിലും പരിസരത്തും എല്ലായിടത്തും രക്തം തെറിച്ചിരുന്നു. ആ 2 സ്ത്രീകളുടെയും വയറ്റിലെ കുടൽ പുറത്തേക്ക് ചിതറിക്കിടന്നിരുന്നു. അങ്ങനെ ആ ബംഗ്ലാവിൽ അത്ര ക്രൂരമായി കൊല്ലപ്പെട്ട ആ 2 സ്ത്രീകൾ ആരാണ്? 24 വയസ്സുള്ള റാണി പത്മിനി, അവരുടെ അമ്മയായ 42 വയസ്സുള്ള ഇന്ദിരാകുമാരി. ഈ റാണി പത്മിനി ആരാണെന്ന് ചോദിച്ചാൽ 1980കളിൽ നായികയായ സിൽക്സ്മിതയെ പോലെ മലയാളത്തിൽ ഗ്ലാമർ വേഷങ്ങൾക്ക് പ്രശസ്തയായ ഒരു നായികയായിരുന്നു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ 61ഓളം സിനിമകൾ അഭിനയിച്ചിരുന്നു. ഇങ്ങനെ മലയാളത്തിലും തമിഴിലും വലിയൊരു നായികയായി മാറുന്ന സമയത്ത് ആരാണ് അവളെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയത്? ഇങ്ങനെ ആളുകൾ വളരെ ഗൗരവമായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അതിനുശേഷം പോലീസ് ഈ ഒരു കേസിൽ കൊലയാളിയെ കണ്ടെത്തി അയാൾ കുറ്റസമ്മതം നടത്തിയപ്പോൾ അത് കേട്ട ആളുകളുടെ മനസ്സ് പോലും ഭയം കൊണ്ട് നിറഞ്ഞു. റാണി പത്മിനിയും അമ്മയും എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ആരാണ് അവരെ കൊന്നത്? പോലീസ് അവരെ എങ്ങനെ കണ്ടെത്തി? കുറ്റകൃത്യം നടന്ന സ്ഥലം പോലീസ് ഉടൻ തന്നെ സുരക്ഷിതമാക്കി. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയക്കുന്നതിന് പകരം അവർ പോസ്റ്റ്മോർട്ടം ഡോക്ടേഴ്സിനോട് ഉടൻ തന്നെ കുറ്റകൃത്യം നടന്ന സ്ഥലത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. കാരണം ആ 2 മൃതദേഹങ്ങളും അത്രത്തോളം അഴുകിയ നിലയിലായിരുന്നു. അവിടെ വന്ന ഡോക്ടേഴ്സ് ഈ പോസ്റ്റ്മോർട്ടം കുളിമുറിയിൽ വെച്ച് തന്നെ നടത്താൻ തുടങ്ങി. കൊലയാളി റാണി പത്മിനിയെ 12 തവണയും ഇന്ദിരയെ 14 തവണയും കുത്തിയിട്ടുണ്ട്. കഴുത്തിലും വയറിലും നെഞ്ചിലും എല്ലാം കുത്തേറ്റിട്ടുണ്ട്. പത്മിനിയുടെ ആഭരണങ്ങൾ മോഷ്ടിക്കാൻ വന്ന ആരെങ്കിലും ആയിരിക്കാം ഇത് ചെയ്തതെന്ന് പോലീസ് കരുതി. അതിനാൽ ഉടൻ തന്നെ അവിടെയുള്ള എല്ലാ ലോക്കറും പരിശോധിച്ചു. അവർ കരുതിയതുപോലെ തന്നെ എല്ലാ ആഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. അന്ന് ആ കാണാതായ ആഭരണങ്ങളുടെ വില മാത്രം അന്നത്തെ കാലത്ത് തന്നെ 1980കളിൽ തന്നെ 25 ലക്ഷം രൂപ വരുമെന്ന് പിന്നീട് അറിയാൻ സാധിച്ചു. കൂടാതെ 15 ലക്ഷം രൂപയുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നും വെറും 10,000 രൂപ മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ അന്വേഷണം ആരംഭിച്ച പോലീസിന് അന്വേഷണത്തിന് അവസാനം അപ്രതീക്ഷിതമായ വിശ്വസിക്കാനാകാത്ത നിരവധി ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു കാത്തിരുന്നത്. 1944 തിരുവനന്തപുരത്ത് ജനിച്ച ഇന്ദിരാകുമാരി സിനിമയിൽ ഒരു വലിയ നായികയാവുക എന്ന സ്വപ്നത്തോടു കൂടിയായിരുന്നു വളർന്നു വന്നത്. പക്ഷെ അതൊരു സ്വപ്നം മാത്രമായിരുന്നു. സിനിമയിൽ എന്തെങ്കിലുമൊക്കെ നേടണമെന്ന ആഗ്രഹത്തോടു കൂടി മദ്രാസിലെത്തിയ ഇന്ദിരയ്ക്ക് ഡബ്ബിംഗ് വേഷങ്ങൾ മാത്രമായിരുന്നു ലഭിച്ചത്. ഇന്ദിരയ്ക്ക് 18 വയസ്സുള്ളപ്പോൾ അവർ വിശ്വനാഥ ചൗധരി എന്ന വ്യക്തിയെ വിവാഹം കഴിച്ചു.
അതിനുശേഷം 1962 അവർക്കൊരു മകളും ജനിച്ചു. ആ സമയത്ത് ഇന്ദിരയായിരുന്നു ഹിന്ദി, കന്നഡ, മലയാളം, തമിഴ്, തെലുങ്ക് സിനിമകളിലൊക്കെ ഡബ്ബ് ചെയ്തിരുന്നത്. അവൾ ഡബ്ബ് ചെയ്ത മിക്ക സിനിമകളും നാട്യകലാ പ്രശസ്തയായ പത്മിനി അഭിനയിച്ച സിനിമകളായിരുന്നു. അവരുടെ ഡാൻസിലും അഭിനയത്തിലുമൊക്കെ ഇൻസ്പയർ ആയ ഇന്ദിര ജനിച്ച അവരുടെ മകൾക്ക് പത്മിനി എന്ന പേര് തന്നെ കൊടുത്തു. കൂടാതെ മകളെ പത്മിനിയെ പോലെ തന്നെ വലിയൊരു നായികയാക്കാനും ഇന്ദിര തീരുമാനിച്ചു. എന്നാൽ ഇതിനിടെ പെട്ടെന്ന് ഇന്ദിരയ്ക്കും ഭർത്താവിനും ഇടയിൽ ചില പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ വരികയും ഇവർ വേർപിരിയുകയും ചെയ്തു. പിന്നീട് സിനിമാ മേഖലയിൽ ഇന്ദിരയ്ക്ക് നേടാൻ കഴിയാത്ത കാര്യങ്ങൾ മകളിലൂടെ നേടാൻ തീരുമാനിച്ചു. മകളെ വലിയൊരു നായികയാക്കുക എന്ന സ്വപ്നവുമായി അവർ ജീവിക്കാൻ തുടങ്ങി. സിനിമ കണ്ടു വളർന്ന പത്മിനിയും വളർന്നപ്പോൾ സിനിമയിൽ തന്നെ താല്പര്യം തോന്നാൻ തുടങ്ങി. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അവൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. അവിടെ പത്മിനി അഭിനയത്തിലും നൃത്തത്തിലുമെല്ലാം ഒരു മികച്ച വിദ്യാർത്ഥിനിയായി തന്നെ മാറി. ഒരു നായികയ്ക്ക് വേണ്ട സൗന്ദര്യവും കഴിവും ഇങ്ങനെ എല്ലാ ഗുണങ്ങളും അവൾക്കുണ്ടായിരുന്നതിനാൽ അവളെ നായികയാക്കാൻ പറ്റിയ സമയമാണിതെന്ന് അവളുടെ അമ്മ കരുതി. അങ്ങനെ പല സംവിധായകന്മാരോടും അവസരം ചോദിച്ചു. ആ സമയത്ത് പത്മിനിക്ക് ഒരു അവസരവും ലഭിച്ചു. അവളുടെ ആദ്യ സിനിമ കഥയറിയാതെ എന്ന സിനിമയായിരുന്നു. പിന്നീട് മലയാള സംവിധായകൻ വഴി അവർക്ക് ഒരു സംഘർഷം എന്ന സിനിമയിൽ ചെറിയൊരു വേഷം ലഭിച്ചു. അക്കാലത്ത് ധാരാളം നായികമാരുടെ പേര് പത്മിനി എന്നായിരുന്നതിനാൽ തന്റെ പേര് റാണി പത്മിനി എന്നാക്കി മാറ്റി. പിന്നീട് റാണി പത്മിനി ഗ്ലാമർ വേഷങ്ങൾ ഒരുപാട് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ധാരാളം സിനിമ അവസരങ്ങൾ അവരെ തേടിയെത്തി. അതുവരെയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഇന്ദിരാകുമാരിയുടെ മകളാണ് റാണി പത്മിനി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരെല്ലാം പിന്നീട് നായിക റാണി പത്മിനിയുടെ അമ്മയാണ് ഇന്ദിരാകുമാരി എന്ന് പറയുന്ന തലത്തിലേക്ക് വളരാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ ഇന്ദിരയുടെ ജീവിതത്തിൽ അവൾ ആഗ്രഹിച്ചതെല്ലാം, അവൾക്ക് ലഭിക്കാത്ത കാര്യങ്ങളെല്ലാം തൻ്റെ മകളിലൂടെ തനിക്ക് ലഭിക്കുന്നതിൽ അവൾ അഭിമാനിക്കാൻ തുടങ്ങി. അങ്ങനെ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ തുടങ്ങി. അതും അവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ പണം അവർക്ക് ലഭിച്ചു. അതിനുശേഷം അവരുടെ ജീവിത ശൈലി പടിപടിയായി മാറാൻ തുടങ്ങി. അതോടൊപ്പം പ്രശ്നങ്ങളും വരാൻ തുടങ്ങി. 7 ലക്ഷത്തിന്റെ കാർ വാങ്ങുക, ഇടയ്ക്കിടെ ഷോപ്പിങ്ങിന് പോവുക, ഇങ്ങനെ അവരുടെ ജീവിതം വളരെ ആസ്വദിക്കാൻ തുടങ്ങി. പക്ഷേ ആ സമയത്ത് അവർക്ക് അറിയില്ലായിരുന്നു ഇതൊന്നും അധിക നാൾ നീണ്ടു നിൽക്കില്ല എന്ന്. അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന പോലീസ് മണം പിടിക്കുന്ന നായ്ക്കളോടൊപ്പം ആ വീട് മുഴുവനും തിരച്ചിൽ ആരംഭിച്ചു. നായ നേരെ ഒരു മുറിക്കുള്ളിലേക്ക് പോയി. പോലീസ് ആ മുറിയിലേക്ക് പോയപ്പോൾ അവിടെ മദ്യക്കുപ്പികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ആ കുപ്പികളിൽ ധാരാളം വിരലടയാളങ്ങളും ഉണ്ടായിരുന്നു. അവർ ആ ഫിംഗർ പ്രിന്റ്സ് എല്ലാം എടുത്ത് കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്നും ശേഖരിച്ച ഫിംഗർ പ്രിന്റ്സുമായി മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം 100% മാച്ചായി. ഇപ്പോൾ ആ മുറിയിൽ ഉണ്ടായിരുന്നത് ആരാണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്നത് ആ ബംഗ്ലാവിൽ പാചകക്കാരനായി ജോലി ചെയ്ത ഗണേശൻ, കൂടാതെ ആ ബംഗ്ലാവിന്റെ വാച്ച്മാനായ ലക്ഷ്മി നരസിംഹൻ. ഈ രണ്ടുപേരുമാണ് അവിടെ താമസിച്ചിരുന്നത്. അതേസമയം റാണി പത്മിനിയുടെ വീട്ടിലുണ്ടായിരുന്ന അവരുടെ കാറും കാണാതായി. അങ്ങനെ ഡ്രൈവറായി ജോലി ചെയ്ത ജബരാജ്, വാച്ച്മാൻ, പാചകക്കാരൻ, ഈ 3 പേരെയും പോലീസ് വലവീശി തിരയാൻ ആരംഭിച്ചു. അതിനുശേഷം ഒക്ടോബർ 24-ന്, അതായത് കൊലപാതകം നടന്ന് 9 ദിവസങ്ങൾക്ക് ശേഷം ഡ്രൈവർ ജബരാജിനെ പോലീസ് കണ്ടെത്തി. അന്വേഷണത്തിനായി അറസ്റ്റ് ചെയ്തു. എന്നാൽ കൊലപാതകത്തിനും തനിക്കും യാതൊരു ബന്ധവുമില്ല എന്ന് ജബരാജ് പറഞ്ഞു. റാണി പത്മിനിക്ക് ഒരു MLA-യുമായി ബന്ധമുണ്ടായിരുന്നു. അയാൾ ആളുകളെ വെച്ച് അവളെ കൊന്നതാണെന്നും അത് മറയ്ക്കാൻ ഞങ്ങളെ കുറ്റക്കാരാക്കാൻ ശ്രമിക്കുകയാണെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. പക്ഷെ പോലീസ് അയാൾ പറഞ്ഞത് വിശ്വസിച്ചില്ല. ഇപ്പൊ ജബരാജിന്റെ സുഹൃത്ത് ഒരാളെ വിളിച്ചുകൊണ്ടുവന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം അവരറിഞ്ഞത്. ഒരു ദിവസം രാത്രി ജബരാജ് റാണി പത്മിനിയെയും അവരുടെ അമ്മയെയും ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്നും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ അന്നത്തെ ദിവസം റാണി പത്മിനി ധരിച്ചിരുന്ന വസ്ത്രം ഒരൽപ്പം എക്സ്പോസ്ഡ് ആയിരുന്നു, തുടകൾ കാണുന്ന രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ കാർ ഓടിച്ചുകൊണ്ടിരുന്ന ജബരാജ് കാറിന്റെ ബാക്ക് മിററിലൂടെ പിന്നിലുണ്ടായിരുന്ന റാണി പത്മിനിയെ വളരെ തെറ്റായ ഉദ്ദേശത്തോടു കൂടി നോക്കാൻ തുടങ്ങി. ഇത് കണ്ട റാണി പത്മിനിയുടെ അമ്മ വളരെ ദേഷ്യപ്പെട്ടു. കാറിനുള്ളിൽ വെച്ച് തന്നെ 2 പേരും ജബരാജിനെ ശകാരിച്ചു. പിന്നീട് കാർ ബംഗ്ലാവിലെത്തിയപ്പോൾ ഇന്ദിര കാറിൽ നിന്നും ഇറങ്ങി ഉടൻ തന്നെ ജബരാജിന്റെ കരണത്ത് മാറി മാറി അടിക്കാൻ തുടങ്ങി. പിന്നീട് അയാളെ ജോലിക്ക് ഇനി വരേണ്ടതില്ല എന്നും പറഞ്ഞു. ഇത് ജബരാജ് തന്നോട് പറഞ്ഞതായി ജബരാജിന്റെ സുഹൃത്ത് പോലീസിനോട് പറഞ്ഞു. അതിനുശേഷം നവംബർ 3-ന് വാച്ച്മാൻ നരസിംഹനെ പോലീസ് കണ്ടെത്തി. ഈ കൊലപാതകങ്ങൾ ആരാണ് ചെയ്തതെന്ന് അവനോട് ചോദിച്ചു. അതിനവൻ, അതെ, ഈ 2 കൊലപാതകങ്ങളും ഞങ്ങൾ 3 പേരും ചേർന്നാണ് ചെയ്തത് എന്നും പറഞ്ഞു. അങ്ങനെ ആ 3 പേർ എന്തുകൊണ്ട്, എങ്ങനെ അവരെ കൊന്നു എന്നത് കേട്ടപ്പോൾ പോലീസ് തന്നെ ഞെട്ടിപ്പോയി. റാണി പത്മിനി ഇന്ദിര ആ ബംഗ്ലാവിലേക്ക് വന്നതിന് ശേഷം അവിടെ ജോലി ചെയ്യാൻ ആളുകളെ ആവശ്യമാണ് എന്ന് ന്യൂസ് പേപ്പറിൽ ഒരു ആഡ് കൊടുത്തു.
ആ ആഡ് കണ്ടിട്ട് ലക്ഷ്മി നരസിംഹൻ ആദ്യം വാച്ച്മാനായി ജോലിക്ക് കയറി. അതിനുശേഷം ഡ്രൈവറായി ജബരാജും പാചകക്കാരനായി ഗണേശനും ജോയിൻ ചെയ്തു. തുടക്കത്തിൽ എല്ലാം നന്നായി തന്നെയായിരുന്നു പോയത്. പക്ഷെ റാണി പത്മിനിയും അവരുടെ അമ്മയും മിക്കപ്പോഴും ഷോപ്പിംഗ് പോവും. അതും ജ്വല്ലറി ഷോപ്പിലേക്കാണ് എല്ലായ്പ്പോഴും പോകാറുള്ളത്. ഇത് ഈ ജോലിക്കാർ ശ്രദ്ധിച്ചു. ജബരാജിന് ആദ്യം മുതൽ തന്നെ ഈ ആഭരണങ്ങളോടും റാണി പത്മിനിയോടും വല്ലാത്തൊരു ഇഷ്ടം തോന്നാൻ തുടങ്ങി. അതും തെറ്റായ ഒരു ചിന്ത തോന്നാൻ തുടങ്ങി. ജബരാജ് ഇതിനകം ജയിലിൽ നിന്ന് വന്ന ഒരു കുറ്റവാളിയാണ്. ജബരാജ് മാത്രമല്ല, പാചകക്കാരനായ ഗണേശനും ജയിലിൽ നിന്ന് വന്ന ഒരു ക്രിമിനലാണെന്ന് പത്മിനിക്കും ഇന്ദിരയ്ക്കും അറിയില്ലായിരുന്നു. അവരെക്കുറിച്ച് ശരിയായി അന്വേഷിക്കാതെ തന്നെ അവരെ ജോലിക്കെടുത്തു. എന്നാൽ അന്നവർക്ക് അറിയില്ലായിരുന്നു അത് എത്ര വലിയ അപകടകരമായി മാറുമെന്ന്. ഇന്ദിര ജബരാജിനെ അടിക്കുകയും ജോലിയിൽ നിന്നും പറഞ്ഞയച്ചതിന് ശേഷം എങ്ങനെയെങ്കിലും അവരുടെ പ്രതികാരം ചെയ്യണമെന്ന് ജബരാജ് കരുതി. അങ്ങനെ അന്നത്തെ ദിവസം അവിടെ നിന്നും പോകുന്നതിന് പകരം ആ ബംഗ്ലാവിന് പുറത്തു തന്നെ കാത്തുനിന്നു. അടുത്ത ദിവസം ഒക്ടോബർ മാസം 15-ന് അവർ ആ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആ ബംഗ്ലാവ് സ്വന്തമായി വാങ്ങാനായി. പത്മിനിയും അമ്മയും ബാങ്കിൽ നിന്ന് 15 ലക്ഷം രൂപ വീട്ടിലേക്ക് എടുത്തുകൊണ്ടുവന്നു. എങ്ങനെയോ ജബരാജ് ഇതിനെക്കുറിച്ച് അറിഞ്ഞു. പാചകക്കാരനോടും വാച്ച്മാനോടും ഇതിനെക്കുറിച്ച് പറഞ്ഞു. അവർക്ക് പണത്തിനോടുള്ള ആഗ്രഹം ഇങ്ങനെ ഉണർത്തി ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങി. റാണി പത്മിനിയെയും അമ്മയെയും കൊന്ന ശേഷം ഈ പണവും ആഭരണങ്ങളുമെല്ലാം മോഷ്ടിച്ചിട്ട് മറ്റെവിടെയെങ്കിലും ചെന്ന് രക്ഷപ്പെട്ടു പോയി സെറ്റിൽ ആകാമെന്നും പറഞ്ഞു. എന്നാൽ ആദ്യം പാചകക്കാരനും വാച്ച്മാനും ഇതിന് മടിച്ചു നിന്നു. എന്നാൽ ഈ രണ്ടുപേരെ കൊന്നാൽ പോലും ചോദിക്കാൻ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും തന്നെ ഇല്ല എന്നുള്ള കാര്യം ഇവർക്കെല്ലാം നന്നായി തന്നെ അറിയാം. വളരെ കാലമായി ആ ബംഗ്ലാവിൽ ജോലി ചെയ്തിരുന്നത് കൊണ്ട് ഇവർക്ക് ഇക്കാര്യങ്ങളെല്ലാം നന്നായി അറിയാം. അങ്ങനെ ഒടുവിൽ ജബരാജുമായി ചേർന്ന് ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കാൻ ബാക്കിയുള്ള രണ്ടുപേരും സമ്മതിച്ചു. ഈ പദ്ധതിക്ക് മറ്റ് രണ്ടുപേരും സമ്മതിച്ചതിന് ശേഷം ജബരാജ് ഉടൻ തന്നെ പുറത്തുപോയി 3 കത്തികൾ വാങ്ങിക്കൊണ്ടുവന്നു. അതിനുശേഷം അവരെ കൊല്ലാനുള്ള ശരിയായ സമയത്തിനായി കാത്തിരുന്നു. അവർ തിരഞ്ഞെടുത്ത സമയം റാണി പത്മിനിയും ഇന്ദിരയും മദ്യപിക്കുന്ന ആ ഒരു സമയമായിരുന്നു. അങ്ങനെ അവർ കാത്തിരുന്ന ആ രാത്രിയും വന്നു. പുറത്ത് കാത്തുനിന്ന ജബരാജ് കത്തി പുറകിൽ ഒളിപ്പിച്ചു. സാവധാനം ബംഗ്ലാവിന്റെ ഹാളിലേക്ക് നടന്നു. പക്ഷെ പത്മിനിയും അമ്മയും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അടുക്കളയിൽ എന്തോ ശബ്ദം കേട്ടപ്പോൾ അങ്ങോട്ടേക്ക് പോയി. പുറകിൽ നിന്ന് വാച്ച്മാനായ നരസിംഹനും പാചകക്കാരനായ ഗണേശും പോയി. അവിടെ അടുക്കളയിൽ നിന്നുകൊണ്ടിരുന്ന ഇന്ദിരയ്ക്ക് തനിക്ക് പുറകിൽ ആരോ ഉണ്ട് എന്നൊരു തോന്നലുണ്ടായി. ആരാണ് എന്ന് തിരിഞ്ഞു നോക്കുമ്പോ തന്നെ പെട്ടെന്ന് ജബരാജ് അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഇന്ദിരയുടെ വയറ്റിലും കഴുത്തിലും പല തവണ കുത്തി. എന്താണ് സംഭവിക്കുന്നതെന്നറിയാത്ത ഇന്ദിരയും വേദന കൊണ്ട് നിലത്ത് വീണ് കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. ശബ്ദം കേട്ട പത്മിനി കിടപ്പുമുറിയിൽ നിന്നും താഴേക്ക് ഓടി വന്നു. അവൾ താഴേക്ക് വന്നപ്പോൾ അവളുടെ അമ്മ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടു. അതോടൊപ്പം ഇവർ 3 പേരും കത്തിയുമായി നിൽക്കുന്നതും അവൾ കണ്ടു. കണ്ടപ്പോൾ തന്നെ ആ സാഹചര്യം അവൾക്ക് മനസ്സിലായി. താഴെ കിടക്കുന്ന തന്റെ അമ്മയെ നോക്കി നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ അവൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ അവർ 3 പേരും വളരെ വേഗത്തിൽ ഓടി ആ വീടിന്റെ വാതിൽ പൂട്ടി. രക്ഷപ്പെടാൻ ശ്രമിച്ച പത്മിനിയെ പിടികൂടി. എന്നിട്ട് 3 പത്മിനിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. അവളുടെ നെഞ്ചിലും വയറിലും കഴുത്തിലും പല തവണ കുത്തി. അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ പത്മിനിയും മരിച്ചു. ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരുന്ന പത്മിനിയുടെ അമ്മയായ ഇന്ദിര ഇതെല്ലാം കണ്ട് കരയുന്നുണ്ടായിരുന്നു. തന്റെ മകൾ ക്രൂരമായി കൊല്ലപ്പെടുന്നത് കണ്ട അമ്മ അടുത്ത ചില നിമിഷത്തിനുള്ളിൽ തന്നെ മരിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ 3 2 മൃതദേഹങ്ങളും കുളിമുറിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. മുറിയിലെ ലോക്കർ തുറന്ന് എല്ലാ ആഭരണങ്ങളും എടുത്തു. എന്നാൽ എടുത്ത ആഭരണങ്ങൾ പോരാഞ്ഞിട്ട് ഇന്ദിരയും പത്മിനിയും ധരിച്ചിരുന്ന കമ്മൽ, വള, മാല എന്നീ ആഭരണങ്ങളെല്ലാം എടുത്തു. അതിനുശേഷം പരിഭ്രാന്തിയിൽ ലോക്കറിലുണ്ടായിരുന്ന മുഴുവൻ പണവും എടുക്കുന്നതിന് പകരം അതിൽ നിന്നും വെറും 10,000 രൂപ മാത്രം എടുത്തു. എന്നിട്ട് സ്വർണം, പണം എല്ലാം 3ആയി പങ്കിട്ട ശേഷം അവിടെ നിന്നും സ്ഥലം വിട്ടു. ജബരാജ് പോയപ്പോൾ പത്മിനിയുടെ കാറും എടുത്തു. വാച്ച്മാൻ നരസിംഹൻ ഇക്കാര്യങ്ങളെല്ലാം പോലീസിനോട് സമ്മതിച്ചു. ഇതിനുശേഷം 4 വർഷം കഴിഞ്ഞ്, അതായത് 1988-ൽ പാചകക്കാരനായി ഗണേശിനെ പോലീസ് കണ്ടെത്തി. അവരെടുത്ത എല്ലാ ആഭരണങ്ങളും പോലീസ് വീണ്ടെടുത്തിരുന്നു. പിന്നീട് ഇവർക്ക് 3 പേർക്കും വധശിക്ഷ വിധിച്ചു. എന്നാൽ പിന്നീട് സുപ്രീം കോടതി ഈ വധശിക്ഷ ജീവപര്യന്തം തടവാക്കി മാറ്റി. ഇതുപോലുള്ള നിരവധി കുറ്റകൃത്യങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. പല വർഷങ്ങളായി വിശ്വസ്തരായിരിക്കുന്നവർ പോലും പറ്റിച്ച് പണത്തിനു വേണ്ടി കൊല്ലുന്ന ഈ ഒരു സമൂഹത്തിൽ ജോലിക്ക് എടുക്കുന്നവരുടെ ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലമൊക്കെ പരിശോധിച്ച് മാത്രമേ ജോലിക്ക് എടുക്കാവൂ. കഴിയുന്നിടത്തോളം അറിയാവുന്നവരെ മാത്രം ജോലിക്ക് എടുക്കുക. കാരണം നിങ്ങളോടൊപ്പം ഉള്ളവർ, നിങ്ങളുടെ വിശ്വാസം നേടിയവർ എപ്പോൾ വേണമെങ്കിലും ശത്രുക്കളായി മാറി നിങ്ങളെ തന്നെ പിന്നിൽ കുത്താനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്.
കൂടാതെ നമ്മുടെ പക്കലുള്ള പണം, ആഭരണം അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള വിലയേറിയ വസ്തുക്കൾ ഇത് പൊതുജനങ്ങളുടെ മുൻപിലോ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആളുകൾക്ക് പോലും അനാവശ്യമായി കാണിക്കരുത്. എന്റെ പക്കൽ ഇത്രയേറെ ഉണ്ട് എന്ന് പുറത്തൊരിക്കലും കാണിക്കാൻ പാടില്ല. മാത്രവുമല്ല, ഇങ്ങനെ ജീവന് ആപത്തുണ്ടാകുന്ന സാഹചര്യങ്ങളിലാണ് അയൽക്കാരുമായി സൗഹൃദം പുലർത്തുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് തോന്നിപ്പോകുന്നത്. അയൽക്കാരുമായി എപ്പോഴും സൗഹൃദം പുലർത്താൻ ശ്രമിക്കുക, ഒത്തുചേരൽ ജീവിക്കുക. കാരണം ഇത്തരത്തിലൊരു സാഹചര്യം വരുമ്പോൾ പോലീസ് ആയിരിക്കില്ല ആദ്യം വരുന്നത്. ആ സമയത്ത് നിങ്ങളുടെ ആഭരണവും പണവും ഒന്നും നിങ്ങളെ സഹായിക്കാൻ വരില്ല. ഏറ്റവും നല്ല ഉദാഹരണം ഈ ഒരു വീഡിയോ തന്നെയായിരിക്കും. കാരണം പോലീസ് അന്വേഷണത്തിനിടയിൽ അയൽക്കാരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. ഇത്ര വലിയൊരു കൊലപാതകം ആ വീട്ടിൽ നടന്നു, ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്ന് ചോദിച്ചപ്പോൾ അയൽക്കാർ പോലീസിനോട് പറഞ്ഞത്, അവർ ഞങ്ങളോട് ആരോടും അധികം മിണ്ടാറില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ പറയുക, ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യുക. ഓരോ വീഡിയോസിനും നമ്മളിടുന്ന എഫേർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇതുവരെയും വീഡിയോ ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ഓരോ സപ്പോർട്ടുമായിരിക്കും ഈ വീഡിയോ മറ്റൊരുപാട് പേരിലേക്ക് എത്തിക്കാനും സഹായിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.